നമ്മൾ പൊതുവെ മലയാളത്തിൽ സംസാരിക്കാറുള്ളതാണ് പോകാറുണ്ടായിരുന്നു, കളിക്കാറുണ്ടായിരുന്നു, പുകവലിക്കാറുണ്ടായിരുന്നു, ഞാൻ അവളെ സഹായിക്കാറുണ്ടായിരുന്നു, ഞാൻ അവനെ കാണാറുണ്ടായിരുന്നു. ഈ ഒരു രീതിയിൽ നമ്മൾ പലപ്പോഴായിട്ട് സംസാരത്തിൽ നല്ലതുപോലെ ഉപയോഗിക്കാറുള്ളതാണ്. ഈ കാര്യം എങ്ങനെയാണ് ഇംഗ്ലീഷിൽ സംസാരിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത്. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രധാനമായിട്ട് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ കോഴ്സിലൂടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇംഗ്ലീഷിന്റെ എല്ലാ കാര്യങ്ങളും പഠിക്കാൻ പറ്റുന്നതാണ്. ആ പഠിക്കുന്ന ഓരോ കാര്യങ്ങളും എന്തൊക്കെയാണോ നിങ്ങൾ പഠിക്കുന്നത് ആ കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് നിങ്ങൾ സംസാരത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക. എന്തെങ്കിലും ഒരു സാഹചര്യം കിട്ടുകയാണെങ്കിൽ അത് കൃത്യമായിട്ട് നിങ്ങൾ സംസാരിച്ച് പരിശീലിക്കാൻ വേണ്ടി ശ്രമിക്കുക. എങ്കിൽ നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും പതുക്കെ പതുക്കെ മറന്നു പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അഥവാ സംസാരിക്കാനുള്ള ഒരു വേദി നിങ്ങൾക്ക് പുറത്ത് ഇല്ല എങ്കിൽ നമ്മൾ പറയുന്നത് സംസാരിച്ച് പരിശീലിപ്പിക്കുന്ന കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ദിവസവും പറയുന്നത് ഇംഗ്ലീഷ് സംസാരിച്ച് പഠിക്കാൻ പറ്റും. അതും ഒരു പേഴ്സണൽ ട്രെയിനർ ആയിട്ട് നിങ്ങളും അതുപോലെ തന്നെ ഒരു ടീച്ചറും മാത്രമായിരിക്കും ഒരു ക്ലാസ്സിൽ ഉണ്ടാവുക. അവരുമായിട്ട് നിങ്ങൾക്ക് ദിവസവും സംസാരിച്ച് പരിശീലിക്കാൻ പറ്റുന്നതാണ്. കോഴ്സിനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് അറിയാൻ വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോഴ്സിനെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. എല്ലാവരെയും ഇംഗ്ലീഷ് ടുഡേയുടെ 46ാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇറ്റ്സ് മീ മുഹമ്മദ് സഫ്വാൻ. വെൽക്കം ടു ദ ഇംഗ്ലീഷ് ടുഡേ. എല്ലാവരും ക്ലാസ്സുകൾ ഓർഡർ ക്രമത്തിൽ തന്നെ കണ്ടുപഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അങ്ങനെ പഠിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിലൂടെ ഇംഗ്ലീഷ് പഠിക്കാൻ സാധിക്കുകയുള്ളൂ. ക്ലാസ് ഓർഡർ ക്രമത്തിൽ ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ പഠിക്കാറുണ്ടായിരുന്നു എന്നങ്ങനെ പറയാൻ പറ്റും. ഞാൻ പഠിക്കാറുണ്ടായിരുന്നു. ഐ യൂസ്ഡ് ടു സ്റ്റഡി. ഞാൻ പഠിക്കാറുണ്ടായിരുന്നു. ഇതിലെ പ്രധാനപ്പെട്ട കാര്യമാണ് യൂസ്ഡ് ടു എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. യൂസ് എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കുക എന്നുള്ള അർത്ഥമൊന്നും ഇവിടെ വരൂല. ഐ യൂസ്ഡ് ടു സ്റ്റഡി എന്ന് പറയുമ്പോൾ ഞാൻ പഠിക്കാറുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ എന്ന് പറയുന്നത് ഇതിന്റെ സാഹചര്യം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതിപ്പോൾ ഉള്ള ഒരു ഹാബിറ്റ് അല്ല പറയുന്നത്, കുറച്ച് മുമ്പുള്ള പണ്ടുള്ള ഒരു ഹാബിറ്റാണ് പറയുന്നത്. ഞാൻ അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇപ്പോൾ ചെയ്യുന്ന കാര്യമല്ല. പണ്ട് എന്ന് പറയുന്നത് പാസ്റ്റിൽ ഞാൻ അങ്ങനെ ഒരു കാര്യങ്ങൾ ചെയ്യാറ് ഉണ്ടായിരുന്നു എന്നാണ് ഇതിലൂടെ പറയുന്നത്. പ്രധാനമായിട്ടും ഇതിന്റെ സ്ട്രക്ചർ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ആദ്യം എന്ന് പറയുന്നത് ഒരു പ്രവൃത്തി ആരാണോ ചെയ്യുന്നത് അവരെയാണ് ചേർക്കേണ്ടത്. ഇപ്പൊ ഇവിടെ എന്ന് പറയുന്നത് ഐ എന്നുള്ളതാണ്. ഐ ആണ് ഫസ്റ്റ് വരിക. രണ്ടാമത് യൂസ്ഡ് എന്നുള്ള കാര്യമാണ് വരിക. യൂസ് എന്നുള്ളതല്ല, യൂസ്ഡ് എന്നുള്ള കാര്യമാണ് വരിക. മൂന്നാമതായിട്ട് ടു. നാലാമതായിട്ട് എന്താണോ പ്രവൃത്തി വരുന്നത്, ഇപ്പൊ ഇവിടെ എന്നുള്ളത് സ്റ്റഡി എന്നുള്ളതാണ് പ്രവൃത്തി വരുന്നത്, സ്റ്റഡിയാണ് ചേർക്കുക. അപ്പൊ എന്ന് പറയുന്ന ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് ഉപയോഗിക്കുക. ഇത് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോയി കഴിഞ്ഞാൽ ഇത് മൊത്തത്തിൽ തെറ്റിപ്പോവും. പിന്നെ പ്രധാനമായിട്ടും ടു കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഇവിടെ സ്റ്റഡി എന്നുള്ളത് എപ്പോഴും എന്ന് പറയുന്നത് V1 ആയിരിക്കണം വരേണ്ടത്. ടു കഴിഞ്ഞതിന് ശേഷം നിർബന്ധമായിട്ടും V1 ആണ് വെക്കേണ്ടത്. ഇവിടെ V2 ആകാൻ പാടില്ല. നമുക്കിതിന്റെ ഉദാഹരണ സഹിതം നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഞാൻ പുകവലിക്കാറുണ്ടായിരുന്നു എന്നെങ്ങനെയാണ് പറയാൻ പറ്റുക? ഞാൻ പുകവലിക്കാറുണ്ടായിരുന്നു. ഐ യൂസ്ഡ് ടു സ്മോക്ക്. ഞാൻ പുകവലിക്കാറുണ്ടായിരുന്നു. അവൾ വിളിക്കാറുണ്ടായിരുന്നു എന്നെങ്ങനെ പറയാൻ പറ്റും? അവൾ വിളിക്കാറുണ്ടായിരുന്നു. ഷീ യൂസ്ഡ് ടു കോൾ. അവൾ വിളിക്കാറുണ്ടായിരുന്നു. അവൻ സഹായിക്കാറുണ്ടായിരുന്നു എന്നെങ്ങനെ പറയാൻ പറ്റും? അവൻ സഹായിക്കാറുണ്ടായിരുന്നു. ഹി യൂസ്ഡ് ടു ഹെൽപ്പ്. അവൻ സഹായിക്കാറുണ്ടായിരുന്നു. അവൾ വരാറുണ്ടായിരുന്നു എന്നെങ്ങനെ പറയാം? അവൾ വരാറുണ്ടായിരുന്നു. ഷീ യൂസ്ഡ് ടു കം. അവൾ വരാറുണ്ടായിരുന്നു. നമുക്കടുത്തത് ഇതിന്റെ കൂടുതലായിട്ടുള്ള ഉദാഹരണങ്ങൾ നോക്കാം. ഈ ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് നമുക്ക് നല്ലതുപോലെ സംസാര ഭാഷയിൽ നല്ല രീതിയിലായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു ക്ലാസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടു പഠിക്കാൻ വേണ്ടി ശ്രമിക്കാം. ഞാൻ എല്ലാ ദിവസവും പുകവലിക്കാറുണ്ടായിരുന്നു എന്നെങ്ങനെ പറയാൻ പറ്റും? ഐ യൂസ്ഡ് ടു സ്മോക്ക് എവ്രി ഡേ. ഞാൻ എല്ലാ ദിവസവും പുകവലിക്കാറുണ്ടായിരുന്നു. അവൾ എന്നെ എല്ലാ രാത്രിയിലും വിളിക്കാറുണ്ടായിരുന്നു എന്നെങ്ങനെ പറയാം? അവൾ എന്നെ എല്ലാ രാത്രിയിലും വിളിക്കാറുണ്ടായിരുന്നു. ഷീ യൂസ്ഡ് ടു കോൾ മീ എവ്രി നൈറ്റ്. അവൾ എല്ലാ രാത്രിയിലും എന്നെ വിളിക്കാറുണ്ടായിരുന്നു. ഇപ്പം വിളിക്കുന്ന കാര്യമല്ല, പണ്ട് അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അവൻ എൻ്റെ കൂടെ വരാറുണ്ടായിരുന്നു എന്നെങ്ങനെ പറയും? അവൻ എൻ്റെ കൂടെ വരാറുണ്ടായിരുന്നു. ഇപ്പം വരുന്ന കാര്യമല്ല, പണ്ട് അങ്ങനെ വരാറുണ്ടായിരുന്നു എന്നെങ്ങനെ പറയാം? ദേ യൂസ്ഡ് ടു കം വിത്ത് മീ. അവർ എൻ്റെ കൂടെ വരാറുണ്ടായിരുന്നു. അടുത്ത ഉദാഹരണം നോക്കാം. അവൾ എല്ലാ ദിവസവും ജോലി ചെയ്യാറുണ്ടായിരുന്നു എന്നെങ്ങനെ പറയാം? ഷീ യൂസ്ഡ് ടു വർക്ക് എവ്രി ഡേ. അവൾ എല്ലാ ദിവസവും ജോലി ചെയ്യാറുണ്ടായിരുന്നു. അടുത്ത ഉദാഹരണം നോക്കാം.
ഞങ്ങളുടെ കുട്ടിക്കാലത്ത് പല കളികളും കളിക്കാറുണ്ടായിരുന്നു എന്നങ്ങനെ പറയാൻ പറ്റും. വി യൂസ്ഡ് ടു പ്ലേ മെനി ഗെയിംസ് ഇൻ അവർ ചൈൽഡ്ഹുഡ്. ഞങ്ങളെ കുട്ടിക്കാലത്ത് പല കളികളും കളിക്കാറുണ്ടായിരുന്നു. അടുത്ത ഉദാഹരണം നോക്കാം. ഞാൻ ഒരുപാട് ബുക്കുകൾ വായിക്കാറുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ബുക്കുകൾ വായിക്കാറില്ല എന്നങ്ങനെ പറയാൻ പറ്റും. ഐ യൂസ് ടു റീഡ് എ ലോട്ട് ഓഫ് ബുക്സ് ബട്ട് ഐ ഡോണ്ട് റീഡ് നൗ. ഐ ഡോണ്ട് റീഡ് എന്ന് പറഞ്ഞാൽ പക്ഷേങ്കിൽ ഐ ഡോണ്ട് റീഡ്, ഞാൻ വായിക്കാറില്ല എന്നാണ് പറയുന്നത്. ഇപ്പം ചെയ്യാറില്ല, റീഡ് ബുക്ക്, ഞാനിപ്പോൾ വായിക്കാറില്ല എന്നാണ് പറയുന്നത്. അടുത്ത ഉദാഹരണം നോക്കാം. അവൾ ശരിയായി നടക്കാറുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ അവൾക്ക് നടക്കാൻ കഴിയില്ല എന്നങ്ങനെ പറയാൻ പറ്റും. എന്നുവെച്ചാൽ പണ്ട് അവൾക്ക് അങ്ങനെ നടക്കാറുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ പറയുന്നത് അവൾക്ക് അങ്ങനെ നടക്കാൻ കഴിയില്ല, കാരണം എന്തോ ബുദ്ധിമുട്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ പറ്റും? ഷീ യൂസ് ടു വാക്ക് പ്രോപ്പർലി. പ്രോപ്പർലി എന്ന് പറയുന്നതാണ് ശരിയായിട്ടെന്ന്. ഷീ യൂസ് ടു വാക്ക് പ്രോപ്പർലി, അവൾ ശരിയായി നടക്കാറുണ്ടായിരുന്നു. ബട്ട് നൗ, പക്ഷേങ്കിൽ ഇപ്പോൾ ഷീ കാണ്ട് വാക്ക്, അവൾക്ക് നടക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. ക്യാനിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചതാണ്. കനോട്ട് എന്നുള്ളതിൻ്റെ ഷോർട്ടാണ് കാണ്ട് എന്ന് പറയുന്നത്. ഷീ കാൺ വാക്ക്, അവൾക്കിപ്പോൾ നടക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. അടുത്ത ഉദാഹരണം നോക്കാം. എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ അച്ഛൻ എന്നെ തല്ലാറുണ്ടായിരുന്നു എന്നങ്ങനെ പറയാൻ പറ്റും. എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ അച്ഛൻ എന്നെ തല്ലാറുണ്ടായിരുന്നു. മൈ ഫാദർ യൂസ് ടു ബീറ്റ് മീ ഇൻ മൈ ചൈൽഡ്ഹുഡ്. എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ അച്ഛൻ എന്നെ തല്ലാറുണ്ടായിരുന്നു. പണ്ട് അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇപ്പോൾ അത് അങ്ങനെ ചെയ്യുന്നതല്ല, പണ്ട് മാത്രം അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു. അടുത്ത ഉദാഹരണം നോക്കാം. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ക്ലാസ് ഒഴിവാക്കാറുണ്ടായിരുന്നു എന്നങ്ങനെ പറയും. ക്ലാസ് കട്ട് ചെയ്യാറുണ്ടായിരുന്നു എന്നങ്ങനെ പറയാൻ പറ്റും. ഐ യൂസ് ടു സ്കിപ്പ്. സ്കിപ്പ് എന്ന് പറയുന്നത് കട്ട് ചെയ്യുക, ഒഴിവാക്കുക എന്നൊക്കെ പറയുന്ന രൂപമാണ്. ഐ സ്കിപ്പ് മൈ ക്ലാസ് വെൻ ഐ സ്റ്റഡീഡ് 10th. 10ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ ഞാൻ ക്ലാസ് കട്ട് ചെയ്യാറുണ്ടായിരുന്നു. അടുത്ത ഉദാഹരണം നോക്കാം. അവർ ഒരുപാട് യാത്ര ചെയ്യാറുണ്ടായിരുന്നു, എന്നാൽ ഇപ്പോൾ അവർ യാത്ര ചെയ്യാറില്ല എന്നങ്ങനെ പറയാം. ഒരുപാട് യാത്ര ചെയ്യാറുണ്ടായിരുന്നു, പണ്ടങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ അങ്ങനെ ചെയ്യാറില്ല എന്നാണ് പറയുന്നത്. ദേ യൂസ്ഡ് ടു ട്രാവൽ എ ലോട്ട് ബട്ട് നൗ ദേ ഡോണ്ട് ട്രാവൽ. അവർ യാത്ര ചെയ്യാറില്ല. അടുത്ത ഉദാഹരണം നോക്കാം. ഞാൻ കുട്ടിയായിരുന്നപ്പോൾ ധാരാളം കേക്ക് കഴിക്കാറുണ്ടായിരുന്നു എന്നങ്ങനെ പറയാൻ പറ്റും. ഐ യൂസ്ഡ് ടു ഈറ്റ് എ ലോട്ട് ഓഫ് കേക്ക്സ് വെൻ ഐ വാസ് എ ചൈൽഡ്. ഞാൻ കുട്ടിയായിരുന്നപ്പോൾ ഒരുപാട് കേക്ക് കഴിക്കാറുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പണ്ടങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു, പക്ഷേങ്കിൽ ഇപ്പോൾ അത് ചെയ്യാറില്ല എന്നുള്ളതാണ് അതിൻ്റെ ഇന്നർ മീനിങ് വരുന്നത്. അടുത്ത ഉദാഹരണം നോക്കാം. അവൾ നന്നായി പഠിക്കാറുണ്ടായിരുന്നു, എന്നാൽ ഇപ്പോൾ അവൾ നന്നായി പഠിക്കുന്നില്ല എന്നങ്ങനെ പറയാൻ പറ്റും. അവൾ ഇപ്പോൾ നന്നായി പഠിക്കുന്നില്ല. ഷീ യൂസ്ഡ് ടു സ്റ്റഡി വെൽ. അവൾ നന്നായി പഠിക്കാറുണ്ടായിരുന്നു, ബട്ട് നൗ ഷീ ഡസ് നോട്ട് സ്റ്റഡി വെൽ. അവൾ നന്നായി പഠിക്കാറ് ഇല്ല. ഡസ് നോട്ടിന്റെ കാര്യം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഡസ് നോട്ടും അതുപോലെ തന്നെ ഡോണ്ടൊക്കെ എന്ന് പറയുന്നത് നമ്മൾ കൃത്യമായിട്ട് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചതാണ്. ഡോണ്ട് വെക്കുക, ഒന്നിൽ കൂടുതൽ ആളുകളാണ് പ്രവൃത്തി ചെയ്യുന്നതെങ്കിൽ ഡോണ്ടും, അതുപോലെ തന്നെ ഒരാളാണ് പ്രവൃത്തി ചെയ്യുന്നതെങ്കിൽ ഡസ് നോട്ടുമാണ് നെഗറ്റീവ് ആക്കുമ്പോൾ ചേർക്കേണ്ടത്. കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് നമ്മൾ ഡീറ്റെയിൽസ് ആയിട്ട് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ എന്ന് പറയുന്നത് പഠിച്ചതാണ്. നമ്മളിപ്പോ നോക്കിയത് പോസിറ്റീവായിട്ടുള്ള രൂപത്തിൽ എങ്ങനെയാണ് ഈ ഒരു കാര്യം പറയുക എന്നുള്ളതാണ്. പോകാറുണ്ടായിരുന്നു, പഠിക്കാറുണ്ടായിരുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നോക്കിയത്. അടുത്തെന്ന് പറയുന്നത് ഇതിന്റെ നെഗറ്റീവ് ആയിട്ടുള്ള രൂപത്തിൽ എങ്ങനെയാ പറയാന്നുള്ളത് നോക്കാം. പോകാറുണ്ടായിരുന്നില്ല, കളിക്കാറുണ്ടായിരുന്നില്ല, പഠിക്കാറുണ്ടായിരുന്നില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കാം. ഞാൻ പഠിക്കാറുണ്ടായിരുന്നില്ല എന്നെങ്ങനെ പറയാൻ പറ്റും? ഞാൻ പഠിക്കാറുണ്ടായിരുന്നില്ല. ഐ ഡിഡിന്റ് യൂസ് ടു സ്റ്റഡി. ഞാൻ പഠിക്കാറുണ്ടായിരുന്നില്ല. ഇതിന്റെ പ്രധാനമായിട്ടും നിങ്ങൾ സാഹചര്യവും അതുപോലെ തന്നെ ഈ വാക്കുകൾ എങ്ങനെയാണ് ചേർക്കേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. വാക്കുകൾ ചേർക്കേണ്ടത് ആദ്യം എന്ന് പറയുന്നത് ആരാണോ ഒരു പ്രവൃത്തി ചെയ്യുന്നത് അത് ചേർക്കുക. രണ്ടാമതായിട്ട് ഡിഡിന്റ് എന്ന് ചേർക്കാം. ഡിഡിന്റ് എന്ന് ചേർക്കാം, അതല്ലെങ്കിൽ ഡിഡ് നോട്ട് എന്ന് പറയാം. ഡിഡ് നോട്ടിന്റെ ഷോർട്ടാണ് ഡിഡിന്റ് എന്നുള്ളത്. മൂന്നാമതായിട്ട് യൂസ് എന്ന് ചേർക്കാം. യൂസ്ഡ് എന്ന് ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം ഡിഡ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും എന്ന് പറയുന്നത് V2 പദം യൂസ് ചെയ്യൂല. അങ്ങനെയാണ് അതിന്റെ ഒരു നിയമം വരുന്നത്. അപ്പോൾ എന്ന് പറയുന്നത് യൂസ് എന്നുള്ളത് ഉപയോഗിക്കാം. നാലാമതായിട്ട് ടു ചേർക്കാം. അഞ്ചാമതായിട്ട് എന്താണോ പ്രവൃത്തി ഉള്ളത്, ഇവിടെ എന്നുള്ളത് സ്റ്റഡി എന്നുള്ളതാണ്, സ്റ്റഡി ചേർക്കുക. സ്റ്റഡി എന്നുള്ളത് എപ്പോഴും എന്ന് പറയുന്നത് V1 ആണ് ചേർക്കേണ്ടത്. അതുപോലെ തന്നെ ഇതിന്റെ സാഹചര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. പണ്ട് ഒരു കാര്യം ഞാൻ ചെയ്യാറുണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. ചിലപ്പോൾ മുമ്പ് എന്ന് പറയുന്നത് ഞാൻ അങ്ങനെ കാര്യം ചെയ്യാറുണ്ടായിരുന്നില്ല, പുകവലിക്കാറുണ്ടായിരുന്നില്ല, പഠിക്കാറുണ്ടായിരുന്നില്ല, കളിക്കാറുണ്ടായിരുന്ന ഒക്കെ. പക്ഷേങ്കിൽ അതിന്റെ ഇന്നർ മീനിങ് ആയിട്ട് ചിലപ്പോൾ ഇപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് എന്നുള്ളത് ഇന്നർ മീനിങ് ആയിട്ട് കിട്ടും. കാരണം ഞാൻ അങ്ങനെ പണ്ടങ്ങനെ ചെയ്യാറില്ല എന്ന് പറയുമ്പോൾ ഇപ്പോൾ അത് ചെയ്യാറുണ്ട് എന്നുള്ളതാണ് അതിന്റെ ഇന്നർ മീനിങ് വരുന്നത്. നമുക്കിതിന്റെ ഉദാഹരണ സഹിതം നോക്കാം. ഞാൻ പുകവലിക്കാറുണ്ടായിരുന്നില്ല എന്നങ്ങനെ പറയാൻ പറ്റും. ഐ ഡിഡിന്റ് യൂസ് ടു സ്മോക്ക്. ഞാൻ പുകവലിക്കാറുണ്ടായിരുന്നില്ല.
അവൾ വരാറുണ്ടായിരുന്നില്ല എന്നെങ്ങനെ പറയാം? ഷീ ഡിഡിന്റ് യൂസ് ടു കം. അവൾ വരാറുണ്ടായിരുന്നില്ല. അവൻ സംസാരിക്കാറുണ്ടായിരുന്നില്ല എന്നെങ്ങനെ പറയാം? ഹി ഡിഡിന്റ് യൂസ് ടു സ്പീക്ക്. അവൻ സംസാരിക്കാറുണ്ടായിരുന്നില്ല. അവൾ നടക്കാറുണ്ടായിരുന്നില്ല എന്നെങ്ങനെ പറയാം? അവൾ നടക്കാറുണ്ടായിരുന്നില്ല. ഷീ ഡിഡിന്റ് യൂസ് ടു വാക്ക്. അവൾ നടക്കാറുണ്ടായിരുന്നില്ല. നമുക്കടുത്തത് ഇതിന്റെ കൂടുതലായിട്ടുള്ള ഉദാഹരണങ്ങൾ നോക്കാം. അതും നല്ലതുപോലെ നമുക്ക് സംസാര ഭാഷയിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വലിയ ഉദാഹരണങ്ങൾ നമുക്കടുത്ത് നോക്കാം. ഞാൻ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കാറുണ്ടായിരുന്നില്ല എന്നെങ്ങനെ പറയാൻ പറ്റും? പണ്ട് അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നില്ല. അതിന്റെ അർത്ഥം വരുന്നത് ഇപ്പൊ അങ്ങനെ ചെയ്യാറുണ്ട് എന്നുള്ള രീതിയാണ് അതിന്റെ ഇന്നർ ആയിട്ടുള്ള ഒരു മീനിങ് വരുന്നത്. ഐ ഡിഡിൻ യൂസ് ടു റീഡ് മെനി ബുക്സ്. ഞാൻ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കാറുണ്ടായിരുന്നില്ല. പണ്ട് അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നില്ല എന്നതാണ്. അപ്പോൾ അടുത്ത ഉദാഹരണം നോക്കാം. അവൾ എന്നെ വിളിക്കാറുണ്ടായിരുന്നില്ല എന്നെങ്ങനെ പറയാൻ പറ്റും? അവൾ എന്നെ വിളിക്കാറുണ്ടായിരുന്നില്ല. ഷീ ഡിഡിൻറ്റ് യൂസ് ടു കോൾ മീ. അവൾ എന്നെ വിളിക്കാറുണ്ടായിരുന്നില്ല. അടുത്ത ഉദാഹരണം നോക്കാം. അവർ എന്നെ മൈൻഡ് ചെയ്യാറുണ്ടായിരുന്നില്ല എന്നെങ്ങനെ പറയാം? മൈൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കാറുണ്ടായിരുന്നില്ല. ദേ ഡിഡിൻറ്റ് യൂസ് ടു മൈൻഡ് മീ. അവർ എന്നെ ശ്രദ്ധിക്കാറുണ്ടായിരുന്നില്ല. അടുത്ത ഉദാഹരണം നോക്കാം. ഞങ്ങൾ അത് ചെയ്യാറുണ്ടായിരുന്നില്ല എന്നെങ്ങനെ പറയാൻ പറ്റും? ഞങ്ങൾ അത് ചെയ്യാറുണ്ടായിരുന്നില്ല. വി ഡിഡിൻറ്റ് യൂസ് ടു ഡു ഇറ്റ്. ഞങ്ങൾ അത് ചെയ്യാറുണ്ടായിരുന്നില്ല. ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഞങ്ങൾ പണ്ട് അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നില്ല, ചിലപ്പോൾ ചില സാഹചര്യത്തിൽ ഇപ്പോൾ അത് ചെയ്യാറുണ്ട് എന്നുള്ള ഒരു രീതിയിലുള്ള മീനിങ് ആണ് വരിക. അടുത്ത ഉദാഹരണം നോക്കാം. ഞാൻ കുട്ടിയായിരുന്നപ്പോൾ നന്നായി പഠിക്കാറുണ്ടായിരുന്നില്ല എന്നെങ്ങനെ പറയാൻ പറ്റും? ഞാൻ പണ്ട് കുട്ടിയായിരുന്നപ്പോൾ ഞാൻ പഠിക്കാറുണ്ടായിരുന്നില്ല. എങ്ങനെ പറയാം? ഐ ഡിഡിൻറ്റ് യൂസ് ടു സ്റ്റഡി വെൽ വെൻ ഐ വാസ് എ ചൈൽഡ്. ഞാൻ കുട്ടിയായിരുന്നപ്പോൾ നന്നായി പഠിക്കാറുണ്ടായിരുന്നില്ല. അടുത്ത ഉദാഹരണം നോക്കാം. ഞാൻ കൂടുതൽ സംസാരിക്കാറുണ്ടായിരുന്നില്ല എന്നെങ്ങനെ പറയാം? ഐ ഡിഡിൻറ്റ് യൂസ് ടു സ്പീക്ക് മോർ. മോർ എന്ന് പറഞ്ഞാൽ കൂടുതലായി ഞാൻ സംസാരിക്കാറ് ഉണ്ടായിരുന്നില്ല. അടുത്ത ഉദാഹരണം നോക്കാം. അവർ സ്ഥിരമായി ഇവിടെ വരാറുണ്ടായിരുന്നില്ല എന്നെങ്ങനെ പറയാം? അവർ സ്ഥിരമായി ഇവിടെ വരാറുണ്ടായിരുന്നില്ല. സ്ഥിരമായി എന്ന് പറയുമ്പോൾ റെഗുലർലി എന്നാണ് പറയുക. ദേ ഡിഡിൻറ്റ് യൂസ് ടു കം ഹിയർ റെഗുലർലി. അവർ ഇവിടെ സ്ഥിരമായി വരാറുണ്ടായിരുന്നില്ല. അടുത്ത ഉദാഹരണം നോക്കാം. അവർ ആരെയും ശല്യപ്പെടുത്താറുണ്ടായിരുന്നില്ല എന്നെങ്ങനെ പറയാം? അവൻ ആരെയും ശല്യപ്പെടുത്താറുണ്ടായിരുന്നില്ല. ഹി ഡിഡിൻറ്റ് യൂസ് ടു ഡിസ്റ്റർബ് എനിവൺ. അവൻ ആരെയും ശല്യപ്പെടുത്താറ് ഉണ്ടായിരുന്നില്ല. അടുത്ത ഉദാഹരണം നോക്കാം. അവൻ നന്നായി നൃത്തം ചെയ്യാറുണ്ടായിരുന്നില്ല എന്നെങ്ങനെ പറയാം? അവൻ നന്നായി നൃത്തം ചെയ്യാറുണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ നന്നായി നൃത്തം ചെയ്യാറ് ഉണ്ട് എന്നെങ്ങനെ പറയാം? അവൻ ഇപ്പോൾ നന്നായി നൃത്തം ചെയ്യാറുണ്ട്. ഹി ഡിഡിൻറ്റ് യൂസ് ടു ഡാൻസ് വെൽ. അവൻ നന്നായി നൃത്തം ചെയ്യാറുണ്ടായിരുന്നില്ല. ബട്ട് നൗ, പക്ഷെങ്കിൽ ഇപ്പോൾ, ഹി ഡാൻസ് വെൽ. അവൻ നന്നായി ഡാൻസ് കളിക്കാറുണ്ട്, അല്ലെ നൃത്തം ചെയ്യാറുണ്ട് എന്നാണ് പറയുന്നത്. ഡാൻസിന്റെ കൂടെ എന്ന് പറയുന്നത് എസ് വരും. കാരണം പ്രവൃത്തി ഒരാളാണ് ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും എന്ന് പറയുന്നത് ഈ വണ്ണ് മാത്രം ചേർക്കൂല, അതിന്റെ കൂടെ എസ് വരും. അങ്ങനെ മനസ്സിലാക്കി വെച്ചാൽ മതി. കാരണം എന്ന് പറയുന്നത് ഈ കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് നമ്മൾ കൃത്യമായിട്ട് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചതാണ്. ഞങ്ങൾ അവനെ ശ്രദ്ധിക്കാറുണ്ടായിരുന്നില്ല, പക്ഷേ ഇപ്പോൾ ഞങ്ങൾ അവനെ ശ്രദ്ധിക്കാറുണ്ട് എന്നെങ്ങനെ പറയാം? വി ഡിഡിൻറ്റ് യൂസ് ടു മൈൻഡ് ഹിം. ഞങ്ങൾ അവനെ ശ്രദ്ധിക്കാറുണ്ടായിരുന്നില്ല. പണ്ടങ്ങനെ ശ്രദ്ധിക്കാറുണ്ടായിരുന്നില്ല. ബട്ട് നൗ, പക്ഷേങ്കിൽ ഇപ്പോൾ, വി മൈൻഡ് ഹിം. ഞങ്ങൾ അവനെ ശ്രദ്ധിക്കാറ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്ത ഉദാഹരണം നോക്കാം. അവൻ ഇവിടെ ചേർന്നപ്പോൾ അവൻ കഠിനാധ്വാനം ചെയ്യാറുണ്ടായിരുന്നു എന്നെങ്ങനെ പറയാൻ പറ്റും? വെൻ ഹി ജോയിനഡ് ഹിയർ. അവൻ ഇവിടെ ചേർന്നപ്പോൾ. വെന്നിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചതാണ്. വെൻ എന്ന് പറഞ്ഞാൽ പോയപ്പോൾ, ചെയ്തപ്പോൾ, അങ്ങനെയുള്ള പോൾ എന്നുള്ള ഒരു അർത്ഥമാണ് വരിക. വെൻ ഹി ജോയിനഡ് ഹിയർ. അവൻ ഇവിടെ ജോയിൻ ചെയ്തപ്പോൾ. ഹി ഡിഡിൻറ്റ് യൂസ് ടു വർക്ക് ഹാർഡ്. അവൻ കഠിനാധ്വാനം ചെയ്യാറ് ഉണ്ടായിരുന്നില്ല. പണ്ട് അങ്ങനെ ചെയ്യാറ് ഉണ്ടായിരുന്നില്ല. അടുത്ത ഉദാഹരണം നോക്കാം. ഞാൻ അധിക സമയം മൊബൈൽ ഫോൺ ഉപയോഗിക്കാറുണ്ടായിരുന്നില്ല എന്നെങ്ങനെ പറയാൻ പറ്റും? ഐ ഡിഡിൻറ്റ് യൂസ് ടു യൂസ് ദ മൊബൈൽ ഫോൺ എ ലോട്ട് ഓഫ് ടൈം. ഒരുപാട് സമയം ഞാൻ ഉപയോഗിക്കാറുണ്ടായിരുന്നില്ല. ഇവിടെ രണ്ട് യൂസ് കൊടുത്തിരിക്കുന്നത് കാണാം. കാരണം ആദ്യത്തെ യൂസിനെ ഉപയോഗിക്കുക എന്നുള്ള അർത്ഥമില്ല. കാരണം എല്ലാത്തിനും കൊടുത്തതുപോലെ യൂസ് ചെയ്യാറുണ്ടായിരുന്നു, പണ്ടൊരു കാര്യം ചെയ്യാറുണ്ടായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഉപയോഗിക്കുക എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് വീണ്ടും പറയുന്നത് ഒരു യൂസ് ചേർത്ത് കൊടുക്കണം. ഐ ഡിഡിൻറ്റ് യൂസ് ടു യൂസ് ദ മൊബൈൽ ഫോൺ. ഞാൻ മൊബൈൽ ഫോൺ ഉപയോഗിക്കാറുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം കൃത്യമായിട്ട് മനസ്സിലാക്കുക.
നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ നിർബന്ധമായിട്ടും സംസാരത്തിൽ ഉൾപ്പെടുത്തി സംസാരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കൂടാതെ എന്ന് പറയുന്നത് ഇതേപോലുള്ള ഒരുപാട് ഉദാഹരണങ്ങൾ ഉണ്ടാക്കിയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് എവിടെയാണോ ഒരു സംസാരിക്കാനുള്ള അവസരങ്ങൾ കിട്ടുന്നത് അവിടെയൊക്കെ എന്ന് പറയുന്നത് ഈ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതല്ല എങ്കിൽ ഈ കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് നിങ്ങൾ മറന്നുപോകും. നമ്മളിപ്പോൾ നോക്കിയത് എങ്ങനെയാണ് ചെയ്യാറുണ്ടായിരുന്നു എന്ന് പറയുന്ന കാര്യമാണ് നോക്കിയത്. പണ്ട് എങ്ങനെയാണ് ചെയ്യാറുണ്ടായിരുന്നു എന്ന് പറയുന്ന കാര്യമാണ് നമ്മൾ നോക്കിയത്. അതുപോലെ തന്നെ നമ്മൾ എങ്ങനെയാണ് ചെയ്യാറുണ്ട് എന്ന് പറയുക എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. V1 ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചെയ്യാറുണ്ട് എന്നുള്ള അർത്ഥം ലഭിക്കും എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട്. എന്നാലും ഈ ക്ലാസ്സിൽ ഒന്നും കൂടിയും ഇത് രണ്ടും കൂടി ചേർത്ത് വെച്ചുകൊണ്ട് എങ്ങനെ പണ്ട് ചെയ്യാറുണ്ടായിരുന്നു, ഇപ്പോൾ ചെയ്യാറുണ്ട് എന്നുള്ള കാര്യങ്ങൾ ഒന്നും കൂടി ഒന്ന് പഠിക്കാം. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇതിന്റെ വ്യത്യാസങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഞാൻ കളിക്കാറുണ്ട് എന്നങ്ങനെ പറയാൻ പറ്റും. ഐ പ്ലേ, ഞാൻ കളിക്കാറുണ്ട്. വേറെ ഒന്നും വേണ്ട ഇതിന്റെ കൂടെ. ഐ പ്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഞാൻ കളിക്കാറുണ്ട് എന്നാണ് പറയാ. അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു മീനിങ് വരുന്നത് കുറച്ച് കാലങ്ങളായിട്ട് ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്, ഒരു ശീലമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് കളിക്കാറുണ്ട്, പഠിക്കാറുണ്ട് എന്നൊക്കെ പറയുന്നത്. നമ്മളിപ്പോൾ പറഞ്ഞത് കളിക്കാറുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്ന് പറയുന്നത് കളിക്കാറുണ്ടായിരുന്നു എന്നങ്ങനെ പറയാൻ പറ്റും. നമ്മൾ ഈ ക്ലാസ് പഠിച്ചതുപോലെ യൂസ്ഡ് വെച്ചു കൊടുക്കുക. ഐ യൂസ്ഡ് ടു പ്ലേ, ഞാൻ കളിക്കാറ് ഉണ്ടായിരുന്നു. യൂസ്ഡ് ടു പ്ലേ എന്ന് പറഞ്ഞാൽ ഞാൻ കളിക്കാറുണ്ടായിരുന്നു, പണ്ട് അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇതുപോലെ ഒരു ഉദാഹരണം കൂടി നോക്കാം. ഞങ്ങൾ പോകാറുണ്ട് എന്നങ്ങനെ പറയും. ഞങ്ങൾ പോകാറുണ്ട്. വി ഗോ എന്ന് പറഞ്ഞാൽ തന്നെ മതി. വി ഗോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോകാറ് ഉണ്ട്. അപ്പൊ ഞങ്ങൾ പോകാറുണ്ടായിരുന്നു എന്നങ്ങനെ പറയാൻ പറ്റും. പണ്ട് അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു. വി യൂസ്ഡ് ടു ഗോ, ഞങ്ങൾ പോകാറ് ഉണ്ടായിരുന്നു. പോകാറുണ്ട്, കളിക്കാറുണ്ട്, അങ്ങനെ പ്രസന്റിലായിട്ട് ഇങ്ങനെ ചെയ്യാറുണ്ട് എന്ന് പറയുമ്പോൾ പ്രവൃത്തി ഒരാളാണ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ കൂടെ എസ് ചേർക്കണം എന്നുള്ളതാണ്. പ്രവൃത്തി ഒരാളാണ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ കൂടെ എസ് ചേർക്കണം. കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഷീ, ഹി, ഇറ്റ് എന്നുള്ള കാര്യങ്ങളാണ് വരിക. അത് മാത്രമല്ല, പ്രവൃത്തി ഒരാളാണോ ചെയ്യുന്നത് നോക്കുക, പ്രവൃത്തിയുടെ കൂടെ എന്ന് പറയുന്നത് എസ് ചേർക്കുക എന്നുള്ളതാണ്. അങ്ങനെയുള്ള കുറച്ച് ഉദാഹരണം നോക്കാം. അവൾ എന്നെ വിളിക്കാറുണ്ട് എന്നങ്ങനെ പറയാൻ പറ്റും. അവൾ എന്നെ വിളിക്കാറുണ്ട്. ഷീ കോൾസ് മീ, അവൾ എന്നെ വിളിക്കാറുണ്ട്. കോളിന്റെ കൂടെ ഒരു എസ് ചേർക്കുക. ഷീ കോൾസ് മീ, അവൾ എന്നെ വിളിക്കാറുണ്ട്. അവൾ എന്നെ വിളിക്കാറുണ്ടായിരുന്നു എന്നങ്ങനെ പറയാം. പണ്ട് അവൾ എങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു. ഷീ യൂസ്ഡ് ടു കോൾ മീ, അവൾ എന്നെ വിളിക്കാറുണ്ടായിരുന്നു. അവിടെ നടന്ന എസിന്റെ ആവശ്യമൊന്നും വരൂല, കാരണം അവിടെ മാറ്റങ്ങളൊന്നും വരൂല. ഷീ യൂസ്ഡ് ടു കോൾ മീ, അവൾ എന്നെ വിളിക്കാറ് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇതുപോലെ തന്നെ ഒരു ഉദാഹരണം കൂടി നോക്കാം. അവൻ ഇവിടെ വരാറ് ഉണ്ട് എന്നങ്ങനെ പറയാം. അവൻ ഇവിടെ വരാറുണ്ട്. ഹി കംസ് ഹിയർ. ഹി എന്ന് പറയുന്നത് ഒരാളാണ്, അതുകൊണ്ടാണ് പ്രവൃത്തിയുടെ കൂടെ എസ് ചേർത്തിരിക്കുന്നത്. ഹി കംസ് ഹിയർ, അവൻ ഇവിടെ വരാറ് ഉണ്ട്. അപ്പം അവൻ ഇവിടെ വരാറുണ്ടായിരുന്നു എന്നെങ്ങനെയാണ് പറയാൻ പറ്റുക. ഹി യൂസ്ഡ് ടു കം ഹിയർ. ഹി യൂസ്ഡ് ടു കം ഹിയർ, അവൻ ഇവിടെ വരാറ് ഉണ്ടായിരുന്നു. ഇപ്പോൾ പോസിറ്റീവായിട്ടുള്ളതാണ് നോക്കിയത്. അപ്പോൾ നെഗറ്റീവായിട്ടുള്ള രീതിയിലുള്ള കുറച്ചൊരു ഉദാഹരണം കൂടി നോക്കാം. ഞാൻ കളിക്കാറില്ല എന്നെങ്ങനെയാ പറയാൻ പറ്റുക. ഞാൻ കളിക്കാറില്ല. ഐ ഡോണ്ട് പ്ലേ, ഞാൻ കളിക്കാറില്ല. അപ്പം ഇതേ കാര്യം എന്ന് പറയുന്നത് പണ്ട് ചെയ്യാറില്ല എന്നെങ്ങനെ പറയാൻ പറ്റും. ഐ ഡിഡിൻറ്റ് യൂസ് ടു പ്ലേ, ഞാൻ കളിക്കാറ് ഉണ്ടായിരുന്നില്ല, പണ്ട് അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ എന്ന് പറയുന്നത് പ്രവൃത്തി ഒരാളാണ് ചെയ്യുന്നതെങ്കിൽ അത് നടന്നത് ഡോണ്ട് അല്ല വരിക, ഡസ് ആണ് വരിക. അപ്പൊ എങ്ങനെ പറയാൻ പറ്റും. ഷീ ഡസ് നോട്ട് കോൾ, അവൾ വിളിക്കാറില്ല. ഷീ ഡസ് നോട്ട് എന്നും പറയാം, ഷീ ഡസിൻഡ് എന്നും പറയാം. ഷീ ഡസിൻഡ് കോൾ, അവൾ വിളിക്കാറില്ല എന്നാണ് പറയുന്നത്. അപ്പം പാസ്റ്റിൽ പണ്ട് അങ്ങനെ ചെയ്യാറില്ല എന്നങ്ങനെ പറയാൻ പറ്റും. ഷീ ഡിഡിൻഡ് യൂസ് ടു കോൾ, അവൾ വിളിക്കാറ് ഉണ്ടായിരുന്നില്ല. ഇതിന്റെ വ്യത്യാസം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. എന്നിട്ട് സംസാരിക്കുമ്പോൾ ഇത് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് വ്യക്തമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മനസ്സിലായത് കൊണ്ട് മാത്രം കാര്യമില്ല, ഈ കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും സംസാരത്തിൽ ഉൾപ്പെടുത്തിയിട്ട് സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കണം. അല്ല എങ്കിൽ ഈ കാര്യങ്ങളൊക്കെ 100% ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് നിങ്ങൾ മറന്നുപോകും. പക്ഷെ മറക്കാണ്ടിരിക്കണമെങ്കിൽ നിങ്ങൾ സംസാരത്തിൽ ഉപയോഗിക്കുക. അഥവാ നിങ്ങൾക്ക് പുറത്തൊരു സംസാരിക്കാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് ദിവസവും സംസാരിച്ച് പഠിപ്പിക്കുന്ന കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഒരു 3 ദിവസം കൊണ്ട് നിങ്ങൾക്ക് പറയുന്നത് അതിന്റെ റിസൾട്ട് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. 3 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് പറയുന്നത് നിങ്ങൾ അടച്ച മുഴുവൻ പണവും എന്ന് പറയുന്നത് തിരിച്ചു നൽകുന്നതാണ്. പക്ഷേ നിങ്ങൾക്ക് 3 ദിവസം കൊണ്ട് തന്നെ ഉറപ്പായിട്ട് എന്ന് പറയുന്നത് അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. കൂടാതെ നിങ്ങളുടെ ബന്ധപ്പെട്ടവരിലേക്ക് ഈ ഒരു വീഡിയോസ് എത്തിച്ചു കൊടുക്കാം. നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്താം. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ഒരു ഷോർട്ട് ബ്രേക്ക്.